NS മാധവൻ്റെ ഹിഗിറ്റ എന്ന ചെറുകഥാ സമാഹാരത്തിലെ പ്രസിദ്ധങ്ങളായ കഥകളിലൊന്നാണ് കാർമൻ. കഥകളിയുടെയും ഇന്ത്യൻ ഗുസ്തിയുടെയും പശ്ചാത്തലത്തിലുള്ള ഈ ചെറുകഥ മറ്റ് കഥകളേക്കാൾ ദൈർഘ്യമുള്ളതാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ മലയാളം ഓപ്ഷണലിൽ കാർമനെക്കുറിച്ച് മുൻകാലത്തെ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, കഥകളിയുടെ സാംസ്കാരിക അന്തരീക്ഷം എങ്ങനെയാണ് കാർമനിൽ പ്രവർത്തിക്കുന്നത്? മറ്റൊരു ചോദ്യം, കാർമൻ എന്ന ചെറുകഥയുടെ മനഃശാസ്ത്രപരമായ വശങ്ങൾ ചർച്ച ചെയ്യുക. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഭംഗിയായി ഉത്തരം എഴുതണമെങ്കിൽ ഈ കഥയുടെ പശ്ചാത്തലം, അതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ, ഇവയെല്ലാം കുറിച്ച് നല്ല ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആ കഥ മാത്രം വായിച്ചു വെച്ച് ആ കഥയുടെ സാരാംശം മാത്രം പരീക്ഷാ കടലാസിൽ എഴുതിയാൽ അത് നല്ല ഉത്തരം ആവുകയില്ല. അപ്പോൾ കഥയുടെ പശ്ചാത്തലത്തെക്കുറിച്ച്, അതിൽ ഉപയോഗിക്കുന്ന ഈ ഗുസ്തി, കഥകളി തുടങ്ങിയ സാംസ്കാരിക ഘടകങ്ങൾ, ഇവയുടെ സവിശേഷതകൾ എന്ത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ സമഗ്രമായ ഒരു റീഡിങ് നടത്തിയാൽ മാത്രമേ ഈ കഥയുടെ സൗന്ദര്യത്തിലേക്കും അതിൻ്റെ പലതരത്തിലുള്ള അർത്ഥവിധാനങ്ങളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. പലതരത്തിൽ വായിക്കാവുന്ന ഒരു കഥയാണ് NS മാധവൻ്റെ കാർമൻ. അത് കഥകളിയിലെ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചും ഗുരുനിന്ദയെക്കുറിച്ചുമുള്ള ഒരു കഥയാണ്. മറുവശത്ത് ഇന്ത്യൻ ഗുസ്തിയുടെ സാമൂഹ്യശാസ്ത്രപരമായ വിഭജനങ്ങളെക്കുറിച്ച്, ജാതീയമായ ബന്ധത്തെക്കുറിച്ച് ഉള്ളൊരു കഥയാണ്. ഇതിനു പുറമെ മനുഷ്യ ശരീരത്തിൻ്റെ തൃഷ്ണകളെക്കുറിച്ചുള്ള ഒരു കഥയുമാണ് കാർമൻ. ശരീരം തന്നെയാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമായി തീരുന്നത്. ഇതുമല്ലെങ്കിൽ ശരീരവും തൃഷ്ണയുമല്ലാതെ മനുഷ്യൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള പ്രതിസന്ധികൾ, ഐഡൻറ്റിറ്റി ക്രൈസിസിനെ കുറിച്ചുള്ള ഒരു കഥയുമാണ് കാർമൻ. ഇങ്ങനെ പല അടരുകളുള്ള അസാധാരണമായ ഒരു രചനയാണ് കാർമൻ. ഈ കഥയുടെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാർമൻ എന്ന നായികയുടെ പേര് ആണ് കഥയ്ക്ക് ശീർഷകമായി മാധവൻ സ്വീകരിച്ചിട്ടുള്ളത്. യാദൃച്ഛികമായല്ല കാർമൻ എന്ന കഥാപാത്രം ഈ കഥയിലേക്ക് കടന്നു വന്നത്. കാർമൻ അതിപ്രസിദ്ധമായ മറ്റൊരു യൂറോപ്യൻ സാഹിത്യകൃതിയെ നമ്മ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കഥയുടെ പ്രമേയത്തിനും കഥാപാത്രത്തിനുമെല്ലാം ആ കാർമൻ എന്ന പേരിൽ 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് എഴുത്തുകാരനായ പ്രോസ്പർ മെറിമെ എഴുതിയ ഒരു നോവലറ്റുമായി ബന്ധമുണ്ട്. കാർമൻ എന്നാണ് മെറിമയുടെ നോവലറ്റിൻ്റെ പേര്. അതിൻ്റെ കഥ ഇതാണ്. 19-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ ഒരു സ്ഥലം സന്ദർശിക്കുന്ന ഒരു ആർക്കിയോളജിസ്റ്റ്. ആ ആർക്കിയോളജിസ്റ്റ് വഴിയിൽ വെച്ച് ഒരു കൊള്ളക്കാരനെ പരിചയപ്പെടും. ഹോസെ നവാറോ എന്നാണ് അയാളുടെ പേര്. അവർ പരിചയക്കാരായി, സുഹൃത്തുക്കളായി പിരിയുന്നു. പിന്നീട് ഈ ആർക്കിയോളജിസ്റ്റ് വേറൊരു നഗരത്തിലെത്തുമ്പോൾ കാർമൻ എന്ന ജിപ്സി പെൺകുട്ടിയുടെ വലയിൽ ചെന്നപ്പെടുന്നു. ആ ജിപ്സി പെൺകുട്ടി ആളുകളെ വശീകരിച്ചു കൊണ്ടുപോയി കൊള്ളയടിക്കുന്ന ഒരു കള്ളക്കടത്ത് സംഘാംഗമാണ്. അതിസുന്ദരിയും ആണ്, ചില ഭാവി പ്രവചനമൊക്കെ നടത്തുന്ന ആളുമാണ്. ഈ ആർക്കിയോളജിസ്റ്റിനെ കൊന്ന് അയാളുടെ സ്വത്തുകൾ അവൾ കൈപ്പെടുത്താൻ തീരുമാനിക്കുമ്പോഴേക്കും അവിടെ ആ പഴയ കൊള്ളക്കാരനായ ഹോസെ നവാറോ എത്തിച്ചേരുകയും ആർക്കിയോളജിസ്റ്റിനെ രക്ഷിക്കുകയും ചെയ്യും. ഹോസെ നവാറോ ശരിക്ക് കാർമൻ്റെ കാമുകിയാണ്. പിന്നീട് കുറേ നാളിന് ശേഷം ഈ നഗരത്തിലേക്ക് ആർക്കിയോളജിസ്റ്റ് തൻ്റെ ഗവേഷണമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അറിയുന്നത് ഈ ഹോസെ നവാറോ കൊലക്കുറ്റത്തിന് ജയിലിൽ കഴിയുന്നതായാണ്. അയാൾ കൊന്നത് മറ്റാരെയുമല്ല, കാർമനെയും അവളുടെ ഭർത്താവിനെയുമാണ്. അപ്പോൾ കാർമൻ എന്ന വശീകരണ ശക്തിയുള്ള ആഭിചാര സ്വഭാവമുള്ള ഭാവി പ്രവചനക്കാരിയായ ജിപ്സി കള്ളക്കടത്തുകാരി കൂടിയാണ് അവൾ. അവളുടെ ജീവിതത്തെയും ഈ കൊള്ളക്കാരൻ്റെ ഈ അവളോടുള്ള അതിഭയങ്കരമായ പ്രേമത്തെയും, കൊള്ളക്കാരനെ പലതവണ വഞ്ചിച്ചവളാണ് എങ്കിലും അയാൾ അവളോടുള്ള പ്രേമത്തിൽ നിന്ന് പിൻവാങ്ങുന്നതേയില്ല. ഇതിനെ ആവിഷ്കരിച്ച് മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകൾ ചിത്രീകരിച്ച ഒരു കഥയാണ് പ്രോസ്പർ മെറിമയുടെ കാർമൻ. ആ കഥയുടെ അനുകരണമോ അതിലെ പ്രമേയത്തിൻ്റെ ചോരണമോ ഒന്നുമല്ല മാധവൻ്റെ കഥ. മാധവൻ്റെ കാർമൻ വളരെ സ്വതന്ത്രമാണ്. പ്രോസ്പർ മെറിമയുടെ നോവലറ്റ് അതിപ്രസിദ്ധമായ ഒരു ഓപ്പറയായിട്ടുണ്ട് യൂറോപ്പിൽ. ഓപ്പറ മാത്രമല്ല, 15-ലധികം തവണ കാർമൻ ചലച്ചിത്രവുമായിട്ടുണ്ട്. നിശബ്ദ സിനിമയുടെ കാലത്ത് അത് സിനിമയായിട്ടുണ്ട്. ആധുനിക കാലത്ത് ഫ്രഞ്ച് സംവിധായകനായ ഷാൻ ലൂക്ക് ഗോദാർ, സ്പാനിഷ് സംവിധായകനായ കാർലോസ് സോറ തുടങ്ങിയവരെല്ലാം കാർമൻ സിനിമയാക്കിയിട്ടുണ്ട്. അങ്ങനെ യൂറോപ്യൻ സാഹിത്യത്തിൽ ഒരു മിത്തിൻ്റെ പദവിയുള്ള
ഒരു സാഹിത്യകൃതിയാണ് പ്രോസ്പർ മെറിമയുടെ കാർമൻ. ആ കാർമൻ എന്ന് പറഞ്ഞ ആ ജിപ്സി പെൺകുട്ടിയെ കുറിച്ച് മാത്രം, ആ കഥാപാത്രത്തെക്കുറിച്ച് തന്നെയും ഒട്ടേറെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും സ്പാനിഷ് ഭാഷയിലുമായിട്ട് പുറത്തു വന്നിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് മാധവൻ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കഥയിലെ പെൺകുട്ടി ജിപ്സി അല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയത്. ജിപ്സി അല്ലെങ്കിലും പ്രോസ്പർ മെറിമയിൽ കഥയിൽ ഉണ്ടാക്കുന്ന ചില സവിശേഷതകൾ മാധവൻ്റെ കഥയിലും കാണാം. ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, അത് മാധവൻ്റെ കഥ സാഹിത്യ ചോരണമോ പ്ലേജറിസമോ അനുകരണമോ ഒന്നുമല്ല, സ്വതന്ത്രമായ രചനയാണ്. മാധവൻ്റെ കഥ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട്. എന്നാൽ കഥ വായിച്ചിട്ടില്ലാത്ത ആദ്യമായി ഈ കഥയെക്കുറിച്ച് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആ കഥ ഒന്ന് ചുരുക്കി പറയാം. കേരളത്തിലെ ഒരു കഥകളി സംഘം ഇറ്റലിയിലെ വെനീസിൽ കഥകളി അവതരിപ്പിക്കാനായി എത്തിച്ചേരുന്നു. ഈ കഥകളി സംഘം അച്യുതൻ ആശാൻ എന്ന പേരുള്ള ഒരു ആശാൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതിലെ നടന്മാരിൽ ഒരാളാണ് രാഘവൻ. രാഘവൻ 6 അടിയിലധികം ഉയരമുള്ള അതിസുന്ദരനായ ഒരു പുരുഷൻ. പക്ഷേ മനോധർമ്മം മോശം, അഭിനയവും മോശമാണ്. തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം അഭിനയിച്ച് മോശമാക്കിയ ചരിത്രമാണ് രാഘവൻ്റേത്. എന്നിട്ടും ആശാൻ അയാളെ കൊണ്ടു നടക്കുന്നു. കാരണം കുട്ടിക്കാലം മുതൽ അയാളെ പരിശീലിപ്പിച്ച് മകനെ പോലെ കൊണ്ടു നടക്കുന്ന ആളാണ് അച്യുതനാശാൻ. പട്ടിക്കാന്തൊടി രാവുണ്ണിമേനോനെ പോലെ പ്രതിഭാശാലിയായ ഒരാളിൻ്റെ കീഴിൽ രാഘവനെ പഠിപ്പിക്കാൻ അയച്ചിട്ടും രാഘവൻ നേരെയായില്ല. എന്നിട്ടും ആശാൻ തന്നെ അയാളെ കൊണ്ടു നടന്ന് നടനാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഹനുമാനെ വെറും കുരങ്ങനാക്കിയവനാണ് ഈ രാഘവൻ, ജനീവ എന്ന ദേശത്ത് വെച്ചെന്ന് ആശാൻ പറയുന്നുണ്ട്. അങ്ങനെ അഭിനയിച്ച് വേഷം മോശമാക്കുന്ന ഈ രാഘവൻ്റെ ജീവിതത്തിൽ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് കാർമനിലെ പ്രമേയം. വെനീസിൽ വെച്ച് അണിയറയിൽ കാർമൻ എന്ന പെൺകുട്ടിയും അവളുടെ സുഹൃത്തായ മിക്കേലയും രാഘവനെ കാണാൻ എത്തിച്ചേരുന്നു. രാഘവനെയും കഥകളി സംഘത്തെ ഇവർ കാണാൻ വന്നതിൻ്റെ കാരണം ഈ മിക്കേല എന്ന് പറഞ്ഞ സ്ത്രീ 2 കൊല്ലം കേരളത്തിൽ ചെലവിട്ടിട്ടുണ്ട്. അവർ കേരളത്തിൽ ചെലവിടാൻ കാര്യം ഇറ്റലിയിലെ ഒരു സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം കേരളത്തിലെ നായന്മാരുടെ സംബന്ധം ഏർപ്പാടിനെക്കുറിച്ച് പഠിക്കാൻ വന്നിരുന്നു. ആ ഗവേഷക സംഘത്തിൻ്റെ സഹായിയായിട്ടാണ് മിക്കയേല കേരളത്തിൽ വന്നത്. അങ്ങനെ രാഘവൻ്റെ കുടുംബവുമായി അവർക്ക് പരിചയമുണ്ട്. അവർക്ക് അത്യാവശ്യം മലയാളം അറിയാം. ഈ വെനീസിലെ ഒരു മാംസ സംസ്കരണശാലയിലാണ്, ഒരു ഇറച്ചി വെട്ട് കേന്ദ്രത്തിലാണ് മിക്കയേല ജോലി ചെയ്യുന്നത്. അവിടെ ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ്, സഹപ്രവർത്തകയാണ് കാർമൻ. അങ്ങനെ കാർമനെ കൂട്ടി അണിയറയിലെത്തുന്നു. കാർമനും രാഘവനും തമ്മിൽ പരിചയപ്പെടുന്നു. പരിചയം ശാരീരികമായ അടുപ്പത്തിലേക്ക് വളരുന്നു. കാർമനോട് അഗാധമായ പ്രേമം രാഘവന് തോന്നുന്നു. കാർമൻ അത്രയധികം പ്രേമമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ അപരിചിതമായ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിനും മറുദേശങ്ങൾ കാണുന്നതിനുമൊക്കെയുള്ള അമിതമായ ആസക്തി കാർമനുണ്ട്. തൻ്റെ റുട്ടീൻ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു അപരിചിത ലോകത്തേക്ക് പോലുള്ള ആഗ്രഹമുണ്ട് അവൾ രാഘവനെ സ്വീകരിക്കുന്നു. കഥകളി സംഘത്തിൻ്റെ അവർ പരിപാടികൾ അവതരിപ്പിക്കുന്ന സമയം കഴിഞ്ഞു. അവർ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ രാഘവൻ ആ സംഘത്തോടൊപ്പം മടങ്ങുന്നില്ല. മറിച്ച് അയാൾ കാർമനോടൊപ്പം വെനീസിൽ തന്നെ തങ്ങുന്നു. ഏതാനും ദിവസത്തിന് ശേഷം അയാളും കാർമനും ഇന്ത്യയിലേക്ക് വിമാനം കയറി. അവർ നേരെ എത്തിച്ചേർന്നത് കേരളത്തിലല്ല, ബനാറസിലാണ്, കാശിയിൽ ഒരു ലോഡ്ജിൽ അവർ താമസിച്ചു. കാശിയിൽ ഗംഗാതീരത്തൂടെ സഞ്ചരിക്കും. അവിടെ ഒരുപാട് ഗുസ്തിക്കാർ പരിശീലനം നടത്തുന്നത് അവർ കാണാനിടയായി. ഉത്തരേന്ത്യൻ ഗുസ്തിയുടെ പ്രത്യേകത, ഉത്തരേന്ത്യൻ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഗുസ്തി. ഒരുപാട് അഖാഡകൾ, ഒരു ഗുരുവിൻ്റെ കീഴിൽ 10-15 ആളുകൾ ഒരുമിച്ച് ചെറിയ പ്രായം മുതൽ വലിയ പ്രായം വരെയുള്ള ആളുകൾ ഗുസ്തി പരിശീലിക്കുന്ന കേന്ദ്രങ്ങളെയാണ് അഖാഡ എന്ന് പറയുന്നത്. അഖാര എന്നും പറയും. അഖാഡ എന്നാണ് ഹിന്ദിയിൽ വായിക്കുക. ഈ അഖാഡകൾക്ക് പ്രസിദ്ധന്മാരായ ഗുരുനാഥന്മാർ വെറും മണ്ണിൽ ആണ് അവർ ഗുസ്തി പിടിക്കുന്നത്. എന്നിട്ട് മത്സര ഗുസ്തികൾ നടത്തുമ്പോൾ ഓരോ അഖാഡയുടെയും ആരാധക സംഘം, ഈ ഫുട്ബോൾ ക്ലബ്ബുകൾക്കൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉള്ള അവരിങ്ങനെ മത്സരിക്കുന്ന പോലെ പണം വച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കും. എന്നിട്ട് പരസ്പരം മത്സരിക്കും ആരാധകർ തമ്മിൽ. ഇതിനകത്ത് ജാതിയുമുണ്ട്. ചില അഖാഡകൾ ഒരു പ്രത്യേക ജാതിയുടേതാണ്, മറ്റ് ചില അഖാഡകൾ വേറൊരു ജാതിയുടേതായിരിക്കും. അപ്പോൾ അങ്ങനെ ജാതീയമായ ഉച്ചനീചത്വങ്ങളും മത്സരബുദ്ധിയും എല്ലാം ഈ ഗുസ്തിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഗുസ്തിക്കാരിൽ മുന്നാ ഷാഹി എന്നൊരാളെ രാഘവനും കാർമനും പരിചയപ്പെട്ടു. ഭൂമിഹാർ സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് അയാൾ. ഭൂമിഹാറുകൾക്ക് വേണ്ടിയുള്ള അഖാഡയിലാണ് അയാൾ ഗുസ്തി പരിശീലിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള അഖാഡയിൽ കാളി സിംഗ് എന്നൊരു ഗുസ്തിക്കാരനുണ്ട്. അയാൾ ക്ഷത്രിയരുടെ പ്രതിനിധിയായ ഗുസ്തിക്കാരനാണ്.
അപ്പോൾ ഭൂമിഹാർ സമുദായവും ക്ഷത്രിയ സമുദായവും തമ്മിലുള്ള ജാതീയമായ ഏറ്റുമുട്ടലും പകയും ഇവർ തമ്മിലുള്ള ഗുസ്തിയിൽ പ്രതിഫലിക്കുന്നു. പലപ്പോഴും നമ്മുടെ അംഗവും ഒക്കെ അങ്ങനെയാണ്. ആളുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് ആളുകളെ, അംഗക്കാരെ പരസ്പരം ഏറ്റുമുട്ടിക്കുന്നതാണ് കേരളത്തിലെ മധ്യകാലത്തുണ്ടായിരുന്ന അംഗം എന്ന സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ആരോമൽ ചേകവരും ഒക്കെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഉണിക്കോനാരും ഉണിച്ചന്ദ്രോരും എന്ന് പറഞ്ഞ രണ്ട് നാട്ട് ജന്മികൾ തമ്മിലുള്ള അധികാരത്തർക്കത്തിലാണ് അരിങ്ങോടരും ആരോമൽ ചേകവരും തമ്മിൽ രണ്ടുപേരുടെയും പ്രതിനിധികളായി പരസ്പരം അംഗം വെട്ടുന്നതെന്ന് ആ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അംഗത്തിൻ്റെ മറ്റൊരു രൂപമാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അംഗം ചെട്ടിയിരുന്ന പോരാളിക്ക് ഉദാഹരണമാണ് തച്ചോളി ഉദയനൻ. അപ്പം നമുക്ക് കാർമനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഈ പാരമ്പര്യം, ഈ ഗുസ്തി ആയോധന കലയുടെ പാരമ്പര്യത്തിൽ ജാതീയമായ ഘടകങ്ങൾ അതിലൂടെ ഇന്ത്യൻ സാമൂഹിക അവസ്ഥയിലേക്ക് കൂടി ഒരു നോട്ടം നടത്തുകയാണ് മാധവൻ ചെയ്യുന്നത്. ഈ ഗുസ്തിക്കാരനെ പരിചയപ്പെട്ട കാർമന് രാഘവനിലുള്ള കമ്പം പതുക്കെ അവസാനിക്കുകയും അയാളുള്ള തൃഷ്ണ വർദ്ധിച്ചു വരികയും ചെയ്തു. അത് അവരുടെ ബന്ധം മുറിയുന്നതിലേക്കാണ് എത്തിച്ചത്. കാർമനുമായിട്ടുള്ള പ്രേമം അതോടെ പതുക്കെ കാർമനിൽ ഇല്ലാതാകുന്നു. എന്തിന്? അയാൾ അവളെ കൊല്ലാൻ പോലും ശ്രമിക്കുന്നു, നിർബന്ധമായി അവളെ പ്രാപിക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട്. തൻ്റെ തെറ്റിദ്ധാരണ നീങ്ങിയ രാഘവൻ കുടുംബമാണ് വലുത്, കളിയരങ്ങ് തന്നെയാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞ് കാർമനെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. നാട്ടിൽ മടങ്ങിയെത്തിയ അയാൾ തൻ്റെ ഗുരുനാഥനെ അന്വേഷിച്ചിരുന്നു. ഒടുവിൽ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ കളിയുണ്ടെന്നറിഞ്ഞ് അവിടെ ആശാൻ കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അണിയറയിൽ രാഘവൻ എത്തിച്ചേരുന്നു. ഞാൻ കൂടെ നിന്നോട്ടെ എന്ന് അയാൾ ഗുരുനാഥനോട് അപേക്ഷിക്കുന്നു. ഗുരുനാഥൻ ഉത്തരമൊന്നും പറയുന്നില്ല. അപ്പോൾ മറ്റ് സഹനടന്മാരൊക്കെ രാഘവൻ കൂടെ നിന്നോട്ടെ എന്ന് ഗുരുനാഥനോട് പറഞ്ഞു നോക്കി. ചമയമിടാൻ വേണ്ടി, അതായത് ചുട്ടി കുത്താൻ വേണ്ടി മലർന്നു കിടക്കുകയായിരുന്നു ആശാൻ. അപ്പോൾ രാഘവൻ, എനിക്ക് മനോധർമ്മം ഇപ്പോൾ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ മനസ്സിപ്പോൾ ശുദ്ധമായി കഴിഞ്ഞു, എനിക്ക് കലാശങ്ങളെല്ലാം ചവിട്ടാനറിയാം എന്ന് പറഞ്ഞ് ആ കഥകളിൽ എല്ലായ്പ്പോഴും പ്രയോഗിക്കാറില്ലാത്ത അഷ്ടകലാശം ആ ചമയമുറിയിൽ നിന്ന് അയാൾ ചവിട്ടാൻ തുടങ്ങും. 6 കലാശം എത്തി. അഷ്ടകലാശത്തിൽ 6 എത്തിയപ്പോഴേക്കും പെട്ടെന്ന് ക്ഷുഭിതനായി ആശാൻ തൻ്റെ ചുട്ടികുത്തുന്ന ആ മേക്കപ്പുകാരനോട് പറഞ്ഞു, നോക്കി നിൽക്കാതെ ചായം തേക്കണം, ഉറപ്പാട് തുടങ്ങാറായി എന്ന് പറഞ്ഞു. അത് ആശാൻ തൻ്റെ മുഖത്ത് ചായം തേക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സമയത്ത് കഥ അവസാനിക്കും. രാഘവനെ ആശാൻ കളരിയിലേക്ക് എടുത്തോ സ്വീകരിച്ചോ എന്ന് കഥ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നില്ല. വളരെ സന്ദിഗ്ധതയുള്ള ഒരു അന്ത്യത്തിൽ വായനക്കാരനെ കൊണ്ട് എത്തിച്ച് മാധവൻ പിൻവാങ്ങുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അയാൾ പിൻവാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കഥയുടെ സൂക്ഷ്മമായ വായനയിലൂടെയും വ്യാഖ്യാനത്തിലൂടെയും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കഥയ്ക്ക് പിന്നിൽ ഒരു സ്വാധീന ശക്തിയായി കാർമൻ എന്ന പ്രോസ്പെർ മിർമയുടെ കഥയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സ്വാധീന ശക്തി എന്ന് പറയാവുന്നത് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കളിയച്ഛൻ എന്ന കവിതയാണ്. കളിയരങ്ങിൽ പ്രസിദ്ധനായി കഴിഞ്ഞൊരു നടൻ തൻ്റെ മതിഭ്രമങ്ങളിൽ മുഴുകുകയും അതികാമം പ്രകടിപ്പിക്കുകയും ചില സ്വർഗാനുരാഗ ബന്ധങ്ങളിൽ ചെന്നുവിടുകയും ഒക്കെ ചെയ്ത് പ്രശസ്തിക്കും ഒക്കെ വേണ്ടി തൻ്റെ ഗുരുനാഥനെ തള്ളിപ്പറയുകയും ഒടുവിൽ കളിയരങ്ങിൽ നിന്ന് പുറത്തായി ഭ്രഷ്ടനായി അലയുകയും ചെയ്യുന്നു. ഒടുവിൽ തൻ്റെ ഗുരുനാഥനോട് ക്ഷമ ചോദിച്ച് അയാൾ തിരിച്ചെത്തുന്നതാണ് കുഞ്ഞിരാമൻ നായരുടെ അതിപ്രസിദ്ധമായ കളിയച്ഛൻ എന്ന കവിതയിലെ പ്രമേയം. ഈ പ്രോസ്പെർ മിർമയുടെ കാർമനും കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛനും NS മാധവൻ്റെ കാർമൻ്റെ ഹൈപ്പോടെക്സ്റ്റുകൾ ആണ് എന്ന് പറയാം. ഹൈപ്പോടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർവകൃതി എന്നാണ് ആ വാക്കിൻ്റെ മലയാള പരിഭാഷ. ഫ്രഞ്ച് സ്ട്രക്ചറലിസ്റ്റ്, അതായത് ഘടനാവാദ നിരൂപകനായ സൈദ്ധാന്തികനായ ഷെനെയാണ് ഈ സങ്കല്പം അവതരിപ്പിക്കുന്നത്. ഹൈപ്പോടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കൃതിക്ക് ആശ്രയമോ ആധാരമോ നിൽക്കുന്ന ഒരു മുൻകൃതിയെയാണ് ഹൈപ്പോടെക്സ്റ്റ് എന്ന് വിളിക്കുക, പൂർവകൃതി. അടിസ്ഥാനപരമായി ശരീരത്തെക്കുറിച്ചുള്ള, ശരീരത്തിൻ്റെ കാമനകളെയും തൃഷ്ണയെയും സ്വത്തു സംഘർഷത്തെയും കുറിച്ചുള്ള ഒരു കഥയാണ് കാർമൻ എന്ന് പറയാം. അതിൻ്റെ പശ്ചാത്തലമായിട്ടാണ് കഥകളി വരുന്നത്. നമുക്ക് ഇതിലെ ശരീരത്തിലേക്ക് നോക്കാം. ഒന്ന് കായിക ശരീരമാണ്, മറ്റേത് കലാശരീരം. കഥകളി നടൻ്റെ ശരീരമാണ് ഇതിൻ്റെ ഒരു വശത്ത്, മറുവശത്ത് ഗുസ്തിക്കാരൻ്റെ കായിക ശരീരം.
ഈ രണ്ട് ശരീരങ്ങൾക്കിടയിലെ കാമനയാണ് കാർമനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ രണ്ട് ശരീരങ്ങളുള്ള കാമനയിലൂടെ അവൾ തെന്നി തെന്നി മുന്നോട്ട് നീങ്ങുന്നു. രാഘവൻ്റെ പ്രശ്നം, രാഘവൻ തൻ്റെ ശരീരം ഉപയോഗിക്കുന്നെങ്കിലും മനസ്സ് അതിനൊപ്പം ഓടുന്നതേ ഇല്ല. പട്ടിക്കാന്തൊടി രാവണ്യമേനോനും അയാളെ പഠിപ്പിക്കാൻ പരാജയപ്പെട്ടു. അയാളുടെ ആശാനും അയാളെ പരാജയപ്പെട്ടു. മനോധർമ്മമാടാത്ത മോശം നടനായി മാറി. ശരീരത്തിൻ്റെ ആഹാര്യശോഭ മാത്രമേ അയാൾക്ക് ഉള്ളൂ. കഥകളിയിലെ വേഷം 4 വിധം അഭിനയങ്ങളുണ്ട്. ചതുർവിധ അഭിനയം എന്നാണ് പറയുക. ആംഗികം, വാചികം, ആഹാര്യം, അങ്ങനെയാണ് സാത്വികം. ഈ 4 വിധം അഭിനയങ്ങളിൽ 4-മത്തേതാണ് ആഹാര്യം. അതായത് ചമയത്തിൻ്റെ ഭംഗിയെയാണ് ആഹാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ആഹാര്യശോഭ ആവോളമുണ്ട് രാഘവന്. എന്നാൽ അയാളുടെ ശരീരത്തിൻ്റെ ആ ശോഭ അഭിനയത്തിൽ പ്രത്യക്ഷപ്പെടുന്നതേയില്ല. അപ്പോൾ തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു സന്ദിഗ്ധതയും പ്രതിസന്ധിയും രാഘവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായതാണ് കാർമൻ. അപ്പോൾ വേഷമിട്ട് അലറുന്ന ആ കഥാപാത്രം, അയാളുടെ ഭാഷ പോലും കാർമൻ അറിഞ്ഞുകൂടാ. എങ്കിലും അവൾ അയാളോട് ഒരു കാമബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇവിടെ മറ്റൊരു റെഫറൻസ് കൂടി ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാധവൻ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. കാവുങ്കൽ ശങ്കരപ്പണിക്കർ എന്നൊരു നടനെക്കുറിച്ചൊരു പരാമർശമുണ്ട്. ഇവൻ കാവുങ്കൽ ശങ്കരപ്പണിക്കർക്ക് ശേഷം ഏറ്റവും ഭംഗിയുള്ള വേഷഭംഗിയുള്ള നടനാണ് എന്ന് കൊച്ചിയിലെ പരീക്ഷിത്തു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു സന്ദർഭത്തിൽ ആശാൻ പറയുന്നുണ്ട്. ഈ കാവുങ്കൽ ശങ്കരപ്പണിക്കരുടെ റെഫറൻസ് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിലെ വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. കാവുങ്കൽ ശങ്കരപ്പണിക്കർ കീചകൻ കെട്ടി അഭിനയിക്കുന്ന കാലത്ത് കുറിയേടത്ത് താത്രി എന്ന ബ്രാഹ്മണ സ്ത്രീ അന്തർജനം അയാളെ ആ വേഷത്തിൽ തന്നെ തൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു എന്നാണ് കഥ. അങ്ങനെ ഒരുപാട് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട കുറിയേടത്ത് താത്രിയെ സ്മാർത്ഥ വിചാരം ചെയ്തു. സ്മാർത്ഥ വിചാരം എന്ന് പറയുന്ന ചടങ്ങ് വ്യഭിചാരക്കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയെ സ്മാർത്തന്മാർ എന്ന് പറഞ്ഞ ബ്രാഹ്മണന്മാരുടെ ഒരു സഭ വിചാരണ ചെയ്യുന്നതും അതിലവർ തന്നോട് ബന്ധപ്പെട്ട പുരുഷന്മാരുടെ പേര് പറയുന്നതുമാണ്. ഇന്നങ്ങനെ ഒരു ചടങ്ങില്ല, പഴയകാലത്തുണ്ടായിരുന്നതാണ്. അങ്ങനെ പേര് പറയുന്ന എല്ലാ പുരുഷന്മാരെയും കുലഭ്രഷ്ടരും സമുദായഭ്രഷ്ടരുമാക്കി മാറ്റാൻ അന്ന് കഴിഞ്ഞിരുന്നു. അങ്ങനെ കാവുങ്കൽ ശങ്കരപ്പണിക്കർക്ക് കുറിയേടത്ത് താത്തയുടെ സ്മാർത്ഥ വിചാരത്തിൽ തൻ്റെ കഥകളിയും ജീവിതവും സമുദായവും എല്ലാം നഷ്ടപ്പെട്ടു. ബ്രാഹ്മണരായ ചിലരുണ്ടായിരുന്നു, അവർക്ക് ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് തന്നെ അവർ പുറത്തുപോയി. അപ്പോൾ കുറിയേടത്ത് താത്രിയുടെ ഈ റെഫറൻസ് കൂടി കാവുങ്കൽ ശങ്കരപ്പണിക്കരെ കുറിച്ച് പറയുന്നതിലൂടെ കാർമൻ്റെ അധികാമിത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു കൾച്ചറൽ റെഫറൻ്റായിട്ട് ഈ കഥയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കഥയിൽ പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ടുള്ള ഇത്തരം കഥകളി സൂചനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഉത്തരക്കടലാസിൽ പ്രതിഫലിക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ ഈ കഥയെക്കുറിച്ച് ഉത്തരം എഴുതുന്നത് എന്ന് പരീക്ഷകനെ ബോധ്യപ്പെടുത്തലും നിങ്ങളുടെ ഉദ്ദേശമായിരിക്കണം. അപ്പോൾ ഈ കഥയുടെ ശരീരത്തിൻ്റെ 2-മത്തെ വശത്തേക്ക് വരട്ടെ. അപ്പോൾ ഈ കലാശരീരം പരാജയപ്പെടുകയാണ്. അപ്പോൾ കലാശരീരത്തിൽ നിന്ന് കാമശരീരത്തിലേക്കാണ് കാർമനിലൂടെ രാഘവൻ നീങ്ങുന്നത്. അയാൾ അവളോടൊപ്പം ശാരീരികമായി ബന്ധപ്പെടുന്നു. അതുപോലും മാധവൻ വിവരിക്കുന്നത് പതിഞ്ഞ ചെമ്പടയിലാണ് രതി തുടങ്ങിയത് എന്ന്. അയാളുടെ രതിയുടെ സമയത്ത് ഉണ്ടാക്കുന്ന അലർച്ചകൾ, കാരണം കഥകളി ഭാഷയില്ല സംസാരിക്കാൻ, ഇറ്റാലിയൻ അറിഞ്ഞുകൂടാ അയാൾക്ക് സംസാരിക്കാൻ, ഇംഗ്ലീഷും നേരെ അറിയില്ല. അപ്പോൾ അയാൾക്ക് ആകെയുള്ളത് കഥകളി എന്ന് പറഞ്ഞ ഭാഷയില്ലല്ലോ, ഗ്വാഗ്വാകൾ മാത്രമേ ഉള്ളൂ, അലർച്ചകൾ മാത്രമേ ഉള്ളൂ. അതിലൂടെയാണ് അയാളുടെ രതിചേഷ്ടകൾ പുറത്തു വരുന്നത്. അത് ആളുകളെല്ലാവരും കേൾക്കുന്നതിനെക്കുറിച്ചും ആളുകൾ ചിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ കഥയിൽ പരാമർശമാണ്. അങ്ങനെ മനസ്സിൽ നിന്ന് അകന്ന് ശരീരത്തിലേക്ക് മാത്രം, ശരീരത്തിൻ്റെ കാമസുഖത്തിലേക്ക് മാത്രം ആ നടൻ പതുക്കെ പതുക്കെ അധപതിക്കാൻ തുടങ്ങും. കാർമനാകട്ടെ ഇന്ത്യയിലെത്തുമ്പോഴേക്കും ആ ശരീരം മടുത്തു കഴിഞ്ഞിരുന്നു. അവൾ മറ്റൊരു പുരുഷനെ തേടുന്നു. ആ മറ്റൊരു പുരുഷൻ മുന്നാ ഷാഹി എന്ന ഗുസ്തിക്കാരനാണ്. മുന്നാ ഷാഹിക്കകത്ത് നടൻ്റെ അംശങ്ങളൊന്നുമില്ല. ശരീരത്തിൻ്റെ പച്ചയായ കായിക ആവിഷ്കാരം മാത്രമാണ് അയാൾ ചെയ്യുന്നത്. കൊല്ലുക എന്ന വാശിയോടെയുള്ള ഗുസ്തി മാത്രമാണ് അയാളുടേത്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ആസക്തികളിലേക്ക് കാർമൻ നീങ്ങുമ്പോഴാണ് രാഘവൻ അവളെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഈ തൃഷ്ണയുടെ വശം, കാർമൻ്റെ തൃഷ്ണ, മുന്നാ ഷാഹിയുടെ തൃഷ്ണ, രാഘവൻ്റെ തൃഷ്ണ, ഈ വശം കഴിഞ്ഞാൽ കഥയുടെ അടുത്ത ഒരു മാനം ആ ഗുരുശിഷ്യ ബന്ധം ആണ്. ആ ഗുരുശിഷ്യ ബന്ധത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ കവിതയുടെ സ്വാധീനത അവിടെ തെളിഞ്ഞ് കാണാം. അത് ഗുരുശാപം, ഗുരുനിന്ദ എന്നിവ വലിയ പാപങ്ങളായിട്ടാണ് കേരളീയരെ അല്ലെങ്കിൽ ഭാരതീയർ പൊതുവെ കണക്കാക്കാറുള്ളതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഗുരുനിന്ദയേറ്റ നടൻ ഒരിക്കലും
ശോഭിക്കുകയില്ല. അരങ്ങിൻ്റെ അധിപതി എന്ന് പറയുന്നത് ആശാൻ കളിയച്ഛൻ ആണ്. അപ്പോൾ ആ കളിയച്ഛൻ നെ കണ്ട് മാപ്പ് പറഞ്ഞ് താൻ മിടുക്കനാണെന്ന് പറഞ്ഞ് അഷ്ടകലാശം എടുത്തൊക്കെ കാണിച്ചെങ്കിലും അദ്ദേഹം രാഘവനെ കളിയരങ്ങിലേക്ക് പ്രവേശിപ്പിക്കുന്നുവെന്ന് കഥ വായിച്ചാൽ തോന്നുകയില്ല. അതൊരു സന്ദിഗ്ധത മാധവൻ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഒരു നടനും, അതായത് തൻ്റെ നാട്യകലയോട് സ്നേഹബഹുമാനങ്ങളുള്ള ഒരു നടനും ചമയമുറിയിൽ വെച്ച് അഷ്ടകലാശം ആടിക്കാണിക്കില്ല. അതും ഇരിക്കുന്ന ഗുരുനാഥൻ്റെ മുന്നിലല്ല, ചുട്ടികുത്താനായി മലർന്നു കിടക്കുന്ന ഗുരുനാഥൻ്റെ മുന്നിൽ അഷ്ടകലാശം ആടിക്കളിക്കുമ്പോൾ ഒരു നടനായി തീരുകയല്ല, മറിച്ചൊരു കോമാളിയായി മാറുകയാണ് സംഭവിക്കുന്നത്. അതും നിഷേധത്തിൻ്റെ, ഗുരുനിഷേധത്തിൻ്റെയോ കലയോടുള്ള നിന്ദയുടെയോ ഒരു ഉദാഹരണമാണ്. അപ്പോൾ രാഘവൻ്റെ അധപ്പതനം പൂർത്തിയാകുന്നത് കാർമനുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഒരു ഗുരുനിന്ദയിലേക്കും കലാനിന്ദയിലേക്കുമാണ് അയാൾ എത്തിച്ചേരുന്നത്. ഈ രാഘവൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താ? രാഘവന് സ്വന്തം സ്വത്വത്തെക്കുറിച്ചുള്ള കടുത്ത പ്രതിസന്ധികളാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രാഘവൻ ജനിച്ചത് ഒരു മരുമക്കത്തായ കുടുംബത്തിലാണ്. അയാളുടെ അച്ഛൻ ഒരു നമ്പൂതിരിയായിരുന്നു. അച്ഛൻ നമ്പൂതിരി നായർ സ്ത്രീയിലുണ്ടാകുന്ന മക്കളെ തൊടുകയില്ല. കാരണം തൊടാൻ പാടില്ല, അയിത്തമാണ്. നായർ സ്ത്രീയുടെ വീട്ടിൽ രാത്രി സംബന്ധത്തിൽ വരും, പുലർച്ചയ്ക്ക് പോവുകയും ചെയ്യും. പിന്നീട് ഈ നമ്പൂതിരി തൻ്റെ കുടുംബത്തിൻ്റെ ഗൃഹനാഥനായി മാറിയതോടുകൂടി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതോടുകൂടി ആ നമ്പൂതിരിക്ക് കുടുംബത്തിൻ്റെ കാരണവരായി മാറേണ്ടി വന്നു. അതോടുകൂടി ഈ നായർ സ്ത്രീയെയും മക്കളെയും അദ്ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. അച്ഛൻ്റെ മേളക്കമ്പം കൊണ്ടാണ് ഇയാൾ കഥകളിയിലേക്ക് വന്നത്. പക്ഷേ സ്വന്തം പിതാവ് അതിനെ നേരിട്ട് മുന്നിൽ കാണുമ്പോഴും തൊടാൻ പറ്റാത്ത, അദ്ദേഹവുമായിട്ട് സ്നേഹബന്ധം പുലർത്താൻ പറ്റാത്ത കുട്ടിയായി വളർന്ന രാഘവനിൽ ഒരു വലിയ ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഒരു സ്വത്വ പ്രതിസന്ധിയുണ്ട്. അത് തൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന ആ പിതൃഘടകം അയാളുടെ ജീവിതത്തിൽ ഒരഭാവം ആണ്. ആ വ്യക്തിത്വ പ്രതിസന്ധി രാഘവന് ജീവിതത്തിൽ ഉടനീളം പിന്തുടരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് ഈ അകലെ നിൽക്കുന്ന പിതാവിനോടുള്ള ഒരു കലാപവാസന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് അയാളുടെ മാനസിക ഘടനയുടെ ഭാഗമാണ്. അയാളെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അയാളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചതെല്ലാം അച്യുതനാശാനാണ്. പക്ഷേ എപ്പോഴും ആശാനെ നിഷേധിക്കുകയാണ് അയാൾ ചെയ്തത്. ഈ കാർബനുമായുള്ള ബന്ധത്തിൽ പോലും അയാൾ അതാ ചെയ്തത്. അനുസരണയോടുകൂടി നിൽക്കുമ്പോഴും ഒരു നിഷേധവാസന, ഒരു പിതൃധ്വംസന വാസന രാഘവൻ്റെ ഉള്ളിലുണ്ട്. അത് അയാളുടെ യഥാർത്ഥ പിതാവിൽ നിന്ന് തന്നെയുള്ള ആ ബന്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു പിതൃനിഷേധത്തിൻ്റെ ഒരു അബോധവാസനയുള്ള കഥാപാത്രമാണ് രാഘവനെന്ന് നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ മാനസിക ഘടന രണ്ടായി പിളർന്നു പോയ ഒരു മാനസിക ഘടന. അങ്ങനെ സ്വത്വത്തെക്കുറിച്ചുള്ള കടുത്ത സംഘർഷമാണ് ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ കാർമനിലേക്ക് വന്നാൽ കാർമനിലും സമാനമായ സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. കാർമൻ ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. കാർമന് എക്സോട്ടിക്കായ അല്ലെങ്കിൽ പരദേശീയമായ ഏതിനോടുമുള്ള അസാധാരണമായൊരു അഭിനിവേശമുണ്ട്. ഈ എക്സോട്ടിക്കിനോടുള്ള, പൗരസ്ത്യത്തോടുള്ള ഈ അതിശയം യൂറോപ്യന്മാർക്ക് പണ്ടേ തുടങ്ങിയതാണ്. ഇപ്പോൾ യൂറോപ്യൻ ഓറിയൻ്റലിസ്റ്റുകൾ പൗരസ്ത്യത, ഈ ഓറിയൻ്റലിസം എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെ രൂപപ്പെടുകയും ഈ ഭാരതീയവും പൗരസ്ത്യവുമായ കാര്യങ്ങളെല്ലാം യൂറോപ്പിൽ വാഴ്ത്തിപ്പാടുകയും ചെയ്തു. അതിൻ്റെ ഒന്ന് ഈ ഗംഭീരമായ സാംസ്കാരിക പാരമ്പര്യ തിരിച്ചറിയലിൻ്റെ ഒപ്പം പൗരസ്ത്യ ദേശത്തെ ഒരു എക്സോട്ടിക് വസ്തു, വിചിത്രമായ ഒരു അപരിചിതമായി തങ്ങളുടെ സംസ്കാരത്തെ നിർവചിക്കാൻ സഹായിക്കുന്ന ഒരു അപരഘടകമായി അവർ സ്ഥാപിച്ചെടുത്തതുകൊണ്ട് അങ്ങനെ രാഘവൻ എന്ന് പറഞ്ഞ പൗരസ്ത്യ അപരത്തിൻ്റെ ശരീരത്തെയാണ് കാർമൻ ആസക്തിയോടെ സമീപിക്കുന്നത്. അവിടെ അകത്ത് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന വികാരവായ്പുള്ള പ്രേമം എന്നൊരംശമില്ല. അത് കാമവും പൗരസ്ത്യ ശരീരത്തോടുള്ള അഭിലാഷവും മാത്രമേ ഉള്ളൂ. ഈ പൗരസ്ത്യ ശരീരത്തോടും പൗരസ്ത്യത്തോടുമുള്ള കാർമൻ്റെ അഭിലാഷവും തൃഷ്ണയുമാണ് അടുത്ത് മുന്നാശായിലെത്തുമ്പോഴേക്കും മാറുകയും ആ ശരീരത്തോടായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തരം പിളർന്ന മനസ്സാണ്, വിഭക്ത മനസ്സാണ്, അല്ലെങ്കിൽ വിഭക്തമായ മാനസിക ഘടനയാണ് കാർമനും ഉള്ളതെന്ന് നമുക്ക് കാണാം. ഇനി കഥകളിയിലെ കഥാപാത്രവും നടനും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ രാഘവൻ്റെ പ്രശ്നം. അവിടെയും ഒരു വിഭക്ത, പിളർന്ന അവസ്ഥ നമുക്ക് കാണാം. ഈ നടൻ കഥാപാത്രമായി തീരാൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. രാഘവൻ എന്ന വ്യക്തി കഥാപാത്രത്തിലേക്ക് പകരാൻ കഴിയാത്തതുകൊണ്ടാണ് അയാൾക്ക് മനോധർമ്മമാടാൻ കഴിയുന്നത്. അങ്ങനെ പിളർന്നുപോയ ഒരു വ്യക്തിത്വത്തിൻ്റെ സ്വത്വസംഘർഷങ്ങളും ശരീരത്തിൻ്റെ കാമനകളും കഥകളിയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വളരെ വിദഗ്ധമായി
കൂട്ടിയിണക്കുകയും നമ്മുടെ ഗുസ്തി പോലുള്ള ഒരു സംഗതിയിൽ പോലും എങ്ങനെ മനുഷ്യൻ ജാതി ശരീരങ്ങളായി മാറുന്നു എന്നും വ്യക്തമാക്കുന്ന അസാധാരണ സൗന്ദര്യമുള്ള അനേകങ്ങളായ അർത്ഥതലങ്ങളുള്ള ഒരു കഥയാണ് എൻ എസ് മാധവൻ്റെ കാർമൻ.